ഈ പലപ്പോഴും ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ റെഫറൻസിലെടുക്കുന്ന അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് റെഫറൻസ് എടുക്കുന്ന നമ്മൾ ചുറ്റും കണ്ട ആൾക്കാർ റെഫറൻസ് എടുക്കുന്ന കഥാപാത്രങ്ങളെയാണ് സനൂപ് എഴുതിയിരിക്കുന്നത്. ഒരു ഫാൻറ്റസി മൂവി ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ എവിടുന്ന് റെഫറൻസ് എടുക്കും? നമ്മൾ ഫാൻറ്റസി നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ, കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്ക് അതേപോലെ മെയിൻലി എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനിപ്പോൾ അരുൺ ചേട്ടൻ്റെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞില്ല, അപ്പം ഒരു ഈ കഥ ഏൽപ്പിച്ചിട്ട് ഇത് എങ്ങനെയുണ്ട്, ഇത് കൊള്ളുകയോ ചീത്തയാണെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. അത് വേണേ പണി അതൊന്ന് സെറ്റാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. ഞാൻ അങ്ങനെ കാണാറുള്ളത്. നമ്മളോട് ഇപ്പോൾ അനീഷേട്ടൻ ഒരു കഥ പറഞ്ഞു, അനീഷേൻ്റെ കഥ അയ്യോ അനീഷേട്ടൻ അത് പോരാ, പക്ഷെ ഇത് നല്ലതാണ്, അതൊന്നും പറയാൻ ഞാനാളൊന്നുമല്ല. എന്നോട് പറഞ്ഞാണ് അതൊന്നും നമുക്കൊന്ന് സെറ്റാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ ഇരുന്നത് അതെനിക്ക് പറ്റും. അല്ലാണ്ട് വന്നിട്ട് ചേട്ടൻ്റെ കഥ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് വെട്ടിക്കളയാനൊന്നും പറ്റുമൊന്നുമില്ല. അങ്ങനെയാണ് ചത്തപ്പച്ചൊന്നും നടക്കൂല. കാരണം അന്ന് പറഞ്ഞ ഐഡിയയും വെച്ചിട്ട് നമ്മൾ തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള പരിപാടിയാണ്. അത് തുടങ്ങുമ്പോൾ ഇത്രേ ഉള്ളൂ അല്ലേ, പിന്നെ അത് എക്സ്പാൻഡ്. അതായത് കൊച്ചിയിൽ പിള്ളേർ ഇത് ഇടാണ്, ഇത്രയല്ലേ പറഞ്ഞു, ഇതാണ് സ്റ്റോറിയില്ല. ഇതിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ സീക്വൻസും പരിപാടിയും എല്ലാം വരണ്ടേ. അപ്പൊ പേനെടുത്ത് മൈന്യൂട്ടായിട്ട് ഒരു സീനൊന്ന് എന്ന് പറഞ്ഞ് പോകുമ്പോഴാണല്ലോ ഇതിന്റെ പ്രശ്നം വന്നത്. വള്ളയും പറയുമ്പോൾ എന്ത് സാധനമാണ് സബ്ജക്റ്റാണ് രസമില്ലാത്തത്, എല്ലാ സബ്ജക്റ്റും അത് ഒരു 10, 70, 80 സീനുകളിലോട്ട് വരാൻ നേരത്താണ് പ്രശ്നം വരുന്നത്. അത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അദ്വൈതമായിട്ട് ആ കാര്യം പറഞ്ഞ എപ്പോഴും ഫൈറ്റ് ചെയ്യണം. അദ്വൈത് ഇങ്ങനെ ക്ലാസ് അവൻ നല്ല മീഡിയം സ്കൂളൊക്കെ പഠിച്ച് സെറ്റാണല്ലോ. അവൻ വന്നിട്ട് പറയും ഇവിടെ വരുമ്പോൾ ഒരു ഇവിടെ വരുമ്പോൾ ഒരു ഞാനൊന്ന് വെറുതെ ഇല്ല, ഞാനൊരു സാധനം പറയട്ടോ അങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഇതാ. ഇപ്പം കേൾക്കുമ്പോൾ ഭയങ്കര ശ്രദ്ധകൾ ഇത് ഇങ്ങനെ തന്നെയാണ്. അവനവിടെ നിന്ന് മറ്റേ ഭയങ്കര ഭയമൊക്കെ വെച്ചിട്ട് പോയിന്റിൽ നമ്മൾ ഇതിവിടെ വരുമ്പോൾ ഇതിവിടെയാണ് ഹൈ കയറേണ്ടത്, ഇതിവിടെ ഇതിങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് വെറുതെ വെച്ചാൽ ഞാനൊരു സാധനം എഴുതി തരാം. രസമുള്ള പരിപാടിയാണ് കേട്ടോ. അവന് പിന്നെ ധാരണയുള്ള, അവന് അങ്ങനെ ടെക്നിക്കലി ധാരണയുള്ള ഒരു മച്ചാനാണ്. പക്ഷെ ഇപ്പൊ അത് രണ്ടാമത്തെ പടമാണല്ലോ ഏറ്റവും വലിയ. അതാണ് പുള്ളി പഠിക്കാൻ പോണം. അല്ല ഇത് ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇവന് ഫസ്റ്റാണ്, പക്ഷെ മച്ചാൻ എന്തോരം പേരാണ്. ആനന്ദ് പുള്ളി ക്യാമറ മച്ചാനെ കിട്ടി, പിന്നെ മ്യൂസിക്കും എല്ലാം എന്താ ടെക്നീഷ്യൻസാണ്, ആർട്ടിസ്റ്റ് ഒക്കെ സെറ്റാണ്. അടുത്ത പരിപാടിയിലാണ് പ്രൂവ് ചെയ്ത് കൊടുക്കണേ. അപ്പൊ അടുത്ത പരിപാടി വെള്ളം കുടിക്കോട്ടെ.